ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അതിൻ്റെ 12-ാമത്തെ അധ്യായം 4 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. കർത്താവിന് സാക്ഷികളാകാനുള്ള ഒരു നിയോഗം, അത് ശത്രുവിൻ്റെ മുമ്പിൽ കീഴടങ്ങിക്കൊണ്ടോ കോംപ്രമൈസ് ചെയ്തുകൊണ്ടോ അല്ല, അവന് വേണ്ടിയിട്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ നിർഭയം അവന് സാക്ഷികളാകാനുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവനും നൽകപ്പെട്ടിരിക്കുക. നീ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരു തമ്പുരാൻ നമുക്കുണ്ട് എന്നുള്ളത് പ്രത്യാശയ്ക്ക് വക നൽകുന്നതാണ്. 1 രൂപയ്ക്ക് 2 കുരുവികൾ വിൽക്കപ്പെടുന്നു ഒരു നാണയത്തിന്. കർത്താവിൻ്റെ അറിവ് കൂടാതെ നിൻ്റെ തലയിലെ മുടിയിഴകൾ പോലും കൊഴിഞ്ഞു പോകില്ല എന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധാലുവായ തമ്പുരാൻ അവന് സാക്ഷികളാകുന്ന, നിർഭയം സാക്ഷികളാകുന്ന തൻ്റെ മക്കൾക്ക്, ശിഷ്യന്മാർക്ക് അവിടുന്ന് എത്രയോ സമീപസ്ഥനാണ് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശത്രുവിന് മുമ്പിൽ, ഭരണാധിപന്മാർക്ക് മുമ്പിൽ, ഒരുപക്ഷെ നിന്നെ എതിർക്കുന്ന നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ, നിന്നെ വിചാരണ ചെയ്യുന്നവരുടെ മുമ്പിൽ ശക്തിയോടെ പോരാടാൻ നിനക്ക് കരുത്തു നൽകുന്ന, നിൻ്റെ അധരങ്ങളിൽ വചനം നിറയ്ക്കുന്ന ഒരു തമ്പുരാൻ, അവൻ എത്രയോ വലിയ ഭാഗ്യമാണ്, എത്രയോ വലിയ അനുഗ്രഹമാണ് ഒരു ക്രിസ്ത്യാനിക്ക്. നീ അങ്ങ് നിന്നു കൊടുത്താൽ മതി, നിൻ്റെ അധരമൊന്ന് തുറന്നാൽ മതി. അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് എതിരാളികൾക്ക്, ഭരണാധിപന്മാർക്കെതിരെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൻ്റെ സ്വരമായി നിന്നെ ഉയർത്തും. വലിയ പ്രത്യാശയുടെ ഒരു വചനം കൂടെ ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മറുവശമുണ്ടല്ലോ, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയാൻ മടിക്കുന്നവനെ എൻ്റെ കർത്താവിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാതിരിക്കാനാകില്ല. ക്രിസ്തു ശിഷ്യന് അവനെ പ്രഘോഷിക്കാതിരിക്കാനാകില്ല. അവൻ്റെ ജീവിതം ഒരു നിയോഗം പോലെ കർത്തൃ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുക. കർത്തൃസേവയാണ് എൻ്റെ ജീവിതമെന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറയുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ. അവൻ വലിയ പ്രത്യാശയ്ക്ക് നിയോഗിക്കപ്പെട്ടവനാണ്. ദൈവം കൈവെള്ളയിൽ താങ്ങി നടക്കുന്ന, ഉള്ളം കൈയിൽ പേരെഴുതി വെച്ച് ചേർത്ത് പിടിക്കുന്നവനാണ് അവൻ്റെ ശിഷ്യൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തളരരുത്, വീണുപോകരുത്. അവന് സാക്ഷികളാകാനുള്ള നിയോഗത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. ലോകത്തോട് കോംപ്രമൈസ് ചെയ്ത് ഭയപ്പാടിൻ്റെ, അസ്വസ്ഥതയുടെ മേഖലകളിലേക്ക് പിൻവലിയുന്നവനായിട്ട് നീ മാറരുത്. അവന് സാക്ഷികളാകാനുള്ള നിയോഗം, അവനെ പ്രഘോഷിക്കാനുള്ള നിയോഗം, അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ഇടത്തോടെ ഏറ്റുപറയാനുള്ള വിവേകം, ആ നിയോഗവും വിവേകവും തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.